പണ്ടൊരു സിനിമയിലെ ഡയലോഗ് പോലെ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒരച്ഛനും അമ്മയും കൂടിയാണ്. നമസ്കാരം, ഞാൻ എജിൻ. എൻ്റെ വൈഫിൻ്റെ പേര് ആൽബി. വൈഫിൻ്റെ രണ്ടാമത്തെ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് ധർമ്മഗിരി സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ അഗസ്ത്യമുഴി ഈ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നത്. 8 മാസത്തോളം ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലായിരുന്നു പ്രഗ്നൻസിയുടെ ആദ്യത്തെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. 8 മാസത്തിന് ശേഷം ഡെലിവറിക്കായിട്ടാണ് ഈ ഹോസ്പിറ്റലിനെ സമീപിക്കുന്നത്. ഒരു കുഞ്ഞും ദൈവത്തിൻ്റെ ദാനമാണ് അല്ലെങ്കിൽ ദൈവാനുഗ്രഹമാണ് എന്നാണ് നമ്മുടെ എല്ലാ മതസ്ഥരും, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയിലൊക്കെ പഠിപ്പിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി അത് ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് എൻ്റെ മകൻ വന്ന് ജനിച്ച് വീണത്. ഏറ്റവും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ഏറ്റവും നല്ല രീതിയിൽ നമ്മളോട് ഇടപെടാനും നമ്മളെ കെയർ ചെയ്യാനും നമ്മുടെ ഇമോഷൻ അനുസരിച്ച് നമ്മളോട് ബിഹേവ് ചെയ്യാനും പ്രാപ്തരായ ഒരു കൂട്ടം എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്കുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് വന്നത്. പ്രതീക്ഷിച്ചതിലും എത്രയോ മുകളിലായിരുന്നു നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെയും ഹോസ്പിറ്റൽ ക്രൂവിൻ്റെയും ഒരു സപ്പോർട്ട്. എസ്പെഷ്യലി ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിസിപ്പാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിരുന്നത്. നമുക്ക് എന്താ പറയുക, ഏറ്റവും സന്തോഷപ്രദമായ രീതിയിൽ ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇടപെടലുകളാണ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ ഫാമിലിക്ക് ചെയ്തു തന്നത്. അതേപോലെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ അതിനേക്കാൾ പ്ലസൻ്റായ രീതിയിലുള്ള ബിഹേവിയറൽ പാറ്റേൺ സ്വീകരിക്കുന്ന എംപ്ലോയീസിനെയാണ് ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ആൻഡ് എസ്പെഷ്യലി ട്രൂ ഫ്രം അവർ താങ്ക്ഫുൾ ഹെഡ്, അതായത് നന്ദിയോടുകൂടി അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാഷയിലൊരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഈ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാൻ ഞങ്ങളോട് അല്ലെങ്കിൽ ഞങ്ങളിൽ അങ്ങനെ ഒരു തീരുമാനത്തിനായിട്ട് ദൈവത്തിൻ്റെ ഒരു ഇടപെടലിൽ വന്നിട്ടുണ്ട് എന്ന് ശക്തമായി വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത്രയും നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടായിരുന്നു ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്.